അപ്പോൾ റേറ്റ് കുറക്കണം. പക്ഷേ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് റേറ്റ് കൂടുമ്പോൾ ഈ പണം അവിടെ പോകാം. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിസർവ് ബാങ്ക് എടുത്തിരിക്കുന്ന വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അല്ലാതെ വേറൊരു പോളിസി റിസർവ് ബാങ്കിന് എടുക്കാൻ സാധ്യമല്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു ഉപായം മാത്രമായിട്ട് അതിനെ കാണാൻ കഴിയും. നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ. ശ്രീ പി കെ വിജയകുമാർ ഇവിടെ CRR അനുപാതം ഉയർത്തിയല്ലോ. അങ്ങനെ ഉയർത്തിയപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ പണം സാനിറ്റൈസ് ചെയ്യപ്പെട്ടു. ബാങ്കുകൾക്കത് വിനിയോഗിക്കാൻ കഴിയാതിരിക്കുന്നൊരു സാഹചര്യം വരുന്നു. ഇനി ഒരു വശത്ത് ബാങ്കുകളിൽ വല്ലാതെ പണം വന്ന് കുമിഞ്ഞു കൂടുകയാണ്. അതൊരു നിഷ്ക്രിയാസ്തിയായിരുന്നാൽ ബാങ്കിന് നഷ്ടമാണ് ഉണ്ടാവുക. ബാങ്ക് അത് വായ്പകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് ഈ ഈ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളുടെ ഒരു അനുപാതം മനസ്സിലാക്കണം. റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോയേക്കാൾ ഉയർന്നു നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു ലാഭവിഹിതമായി പലിശ എന്ന നിലയിൽ കൂടുതൽ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ബാങ്കുകൾക്ക് അവരുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പണം വിപണിയിലേക്ക് നൽകാൻ കഴിയും. പക്ഷേ വിപണിയിലേക്ക് ഇപ്പോൾ നൽകാൻ തയ്യാറായാൽ പോലും ആവശ്യക്കാരില്ല. അങ്ങനെ മന്ദീഭവിക്കപ്പെട്ടിരിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഒരു നടപടിയും വേണ്ട എന്നൊരു നിലപാട് RBI എടുക്കുമ്പോൾ ചലനാത്മകമല്ല സമ്പദ് വ്യവസ്ഥ, ചലനാത്മകമാക്കാനുള്ള ഉപായങ്ങളും ഞങ്ങൾക്കറിയില്ല എന്നതിൻ്റെ തുറന്ന സമ്മത പ്രഖ്യാപനമല്ലേ? താങ്കൾ ഏതൊക്കെ രൂപത്തിൽ സാങ്കേതികമായി അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതല്ലേ ദൈനംദിന ജീവിതത്തിൽ കാണുന്നത്? ഞാനൊരു സാമ്പത്തിക കാര്യ വിദഗ്ധനല്ല, അതായത് നികുതി വകുപ്പിലെ ഒരു റിട്ടയർഡ് ചീഫ് കമ്മീഷണറാണ്. പക്ഷേ റിസർവ് ബാങ്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഇപ്പോൾ നമ്മൾ ചെയ്യരുത്. ഞാൻ അതിന്റെ വഴിക്കണക്കാണ് പറഞ്ഞത്. ഒന്നൊന്നിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും അങ്ങനെയെങ്കിൽ അത് എത്തേണ്ടിയിരുന്ന പരിഹാര നടപടികളുടെ സാധ്യതകൾ എന്തെന്നതിലേക്കുമാണല്ലോ കുറഞ്ഞപക്ഷം വന്നത്. ഞാനും സാമ്പത്തിക വിദഗ്ധനല്ലല്ലോ, കിട്ടുന്ന വിവരം വെച്ചിട്ട് പറയുകയാണ് ചെയ്തത്. അതിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് ഏതളവ് വരെ RBI ഒരു കാഴ്ചക്കാരൻ്റെ റോളിൽ അല്ല നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയും? RBI കാഴ്ചക്കാരൻ്റെ റോളിലല്ല, തീർച്ചയായും RBI കാഴ്ചക്കാരൻ്റെ റോളിലല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ യാതൊരു മാറ്റവും ഈ നിരക്കുകളിൽ വരുത്തിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതിനു മുൻപും പല അവസരങ്ങളിലും നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, മാറ്റം വരുത്താതിരുന്നിട്ടുണ്ട്, അന്നന്നത്തെ സാമ്പത്തികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട്. ഇന്ന് താങ്കൾ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ബാങ്ക്സ് ആർ ഒരുപാട് ഫ്ലഷ് വിത്ത് ഫണ്ട്സ്. അത് വായ്പയെ കൊടുത്തില്ലെങ്കിൽ ബാങ്കുകൾക്ക് പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ എല്ലാ ബാങ്കുകളുടെയും പ്രശ്നങ്ങൾ കണക്കാക്കിക്കൊണ്ടായിരിക്കണമല്ലോ റിസർവ് ബാങ്ക് പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക വൈദഗ്ധ്യം എനിക്കില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഒരു നിമിഷം ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നം കിടപ്പുണ്ട്. ശ്രീ പി കരുണാകരൻ, അവിടെയാണ് KC വേണുഗോപാൽ ഉന്നയിച്ച വിഷയത്തിൻ്റെ പ്രസക്തി കിടക്കുന്നത്. ശ്രീ പി കരുണാകരൻ 14.5 ലക്ഷം കോടിയുടെ കറൻസി നോട്ടുകളാണ് അസാധുവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ RBIയുടെ കണക്ക് തന്നെ മാനദണ്ഡമായി എടുത്താൽ 11.5 ലക്ഷം തിരികെ വന്നു കഴിഞ്ഞു. 30 ദിവസമാകും. ഇനിയുമുണ്ട് ഡിസംബർ 30 വരെയുള്ള സമയം. അങ്ങനെ വരുമ്പോൾ ബാക്കിയും കൂടെ ഇങ്ങ് പൂർണ്ണമായും എത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെ വരുമ്പോൾ എവിടെയായിരുന്നു ഈ കള്ളപ്പണം? അത് പ്രധാനമാണ്. ഇന്നിപ്പോൾ ഈ പറയുന്ന ശക്തികാന്ത് ദാസ് RBIയുടെ നയപ്രഖ്യാപനത്തിന് ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടു. ഈ ചോദ്യം അഭിമുഖീകരിച്ചു അദ്ദേഹം. അതിന് അദ്ദേഹം പറഞ്ഞത് വിചിത്രമായ മറുപടിയാണ്. വരുന്ന പണം മുഴുവൻ വെള്ളപ്പണമല്ല, പണം ഇങ്ങനെ വന്നു കൂടിയിട്ടുണ്ട്, ഇനി അതിൻ്റെ സ്രോതസ് ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ അങ്ങനെ സ്രോതസ് സ്ഥാപിക്കാൻ കഴിയാതിരിക്കുന്നവരുടേത് കള്ളപ്പണം, അല്ലാത്തത് വെള്ളപ്പണം. ഇന്ത്യയിലെ ആദായ നികുതി ഉദ്യോഗസ്ഥർ മൊത്തം എത്ര പേരുണ്ട്? ഒരാളൊരു കേസ് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 7 വർഷമെടുക്കും അതിൻ്റെ ഒരു സ്വാഭാവിക സമാപ്തിയിലേക്ക് പോകാൻ. അങ്ങനെ ഓരോരുത്തരും ഈ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലേക്ക് പോയാൽ രാജ്യത്ത് എന്ത് തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടാവുക? അപ്പോൾ ഈ വന്നിരിക്കുന്നത് വലിയ തോതിലുള്ള പണമാണെന്ന് അവർ സമ്മതിക്കുന്നു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പണം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കള്ളപ്പണവും വന്നു ചേർന്നു എന്ന് സമ്മതിക്കുന്നു. 2, ഇനി അത് വെള്ളപ്പണമോ കള്ളപ്പണമോ എന്ന് കണ്ടെത്താനുള്ള പോംവഴി അവർക്ക് വേണം എന്നും പറയുന്നു. അപ്പോൾ പദ്ധതി പരാജയം. ഇനി അതിനേക്കാൾ വലിയ തലവേദനയിലേക്കും ഇന്ത്യൻ ഭരണ സംവിധാനം പോകുന്നു എന്നല്ലേ അതിൻ്റെ സൂചന? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണിത്. ഇതിൻ്റെ മറുപടി യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി രാജ്യസഭയിൽ നൽകിയ ഒരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യസഭയിൽ എന്താ പറഞ്ഞു പറഞ്ഞാൽ
രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കള്ളപ്പണത്തിൻ്റെ 90% വിദേശ രാജ്യങ്ങളിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 6%, അതായത് 0.00227 എന്ന് പറഞ്ഞാൽ ഇൻ ഫോം ഓഫ് ദ നോട്ട്സ് മണി സർക്കുലേഷൻ അതിലല്ല കള്ളപ്പണം ഉള്ളത്. നമുക്കറിയാം കള്ളപ്പണക്കാരും തന്നെ അത് കള്ളപ്പണമായിട്ട് നോട്ടായിട്ട് അവിടെ വെക്കത്തില്ല. പാവപ്പെട്ട നമ്മുടെ കൂലിക്കാരോ മറ്റാൾക്കാരോ ആണ് ബാങ്കിലിടാതെ വെക്കുക. ബാക്കിയെല്ലാ ആൾക്കാരും അത് ഭൂമിയിലോ സ്വർണ്ണത്തിലോ സെക്യൂരിറ്റിയിലോ വെക്കും. അത്തരം ചുറ്റുപാടിൽ ഈ തെറ്റായ ധാരണയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാണ് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്നിട്ടാണ് നമ്മുടെ 16.50 ലക്ഷം കോടിയിൽ 14.5 ലക്ഷം ഇൻവാലിഡ് ആക്കുന്ന അല്ലെങ്കിൽ ക്യാപ്റ്റൻ അബൈൻസ് ആക്കുന്ന അതുണ്ടാക്കിയിട്ടുള്ള അപകടം വളരെ വലുതാണ്. അത്തരം ചുറ്റുപാടിൽ ഈ അസസ്മെൻറ്റ് തെറ്റാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 11-12 ലക്ഷം കോടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ വന്നാലോ? ഇപ്പോഴെന്താ പറയുന്നത്? സാധാരണഗതിയിൽ വീണെടുത്ത് ഉരുളുക എന്ന് പറയുന്നില്ലേ, അതാണ് റിസർവ് ബാങ്ക് കാണിക്കുന്നത്. കാരണം ഇത്രയും പൈസ വന്ന സമയത്ത് വന്നത് ഇനി വെളുത്തതാണോ കറുത്തതാണോ അത് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ ഇവിടെ വേണു സൂചിപ്പിച്ചതുപോലെ എത്ര വർഷം എടുക്കുക? അപ്പോൾ എന്തിനാണ് ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് എന്നുള്ളതിനെ വ്യക്തമല്ല. മുരളീധരൻ പറയുന്ന ഒരു കാര്യം ഇത്. 82 ആൾക്കാർ മരണപ്പെട്ട ഭ്രാന്തമായിട്ടുള്ള നടപടിക്ക് ഉത്തരവാദി ആരാണ്? ഒരു നിമിഷം സാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കണക്കുകളാണ് ചോദ്യമായി വരുന്നത്, രാഷ്ട്രീയമല്ല. പലതവണ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ല, എന്റെ ചോദ്യം കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള തന്നെയാണ്. കണക്കുകളുടെ പൂർണ്ണമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിലേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ കണക്കല്ലേ പറഞ്ഞില്ലല്ലോ. അതായത് ഈ രാജ്യത്ത് കള്ളപ്പണം ഇല്ല എന്നാണ് ശ്രീ KC വേണുഗോപാലിന്റെയും P കരുണാകരന്റെയും അഭിപ്രായം. അല്ലല്ല, നിങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തിയ അതായത് അദ്ദേഹം പറഞ്ഞത് ഇത് മുഴുവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കള്ളപ്പണം ഇല്ലാന്നല്ലേ അർത്ഥം. കള്ളപ്പണം ഇല്ലാന്നല്ലേ അർത്ഥം. ഇത് മുഴുവൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ കള്ളപ്പണത്തെ വെളുപ്പിക്കാനുള്ള മാർഗമായി കള്ളപ്പണക്കാർ ഈ ഔദ്യോഗിക സംവിധാനത്തെ തന്നെ വിനിയോഗിച്ചു എന്നാണ്. അങ്ങനെയല്ല, കള്ളപ്പണം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലല്ല, കള്ളപ്പണക്കാരുടേത് കള്ളപ്പണമല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെ തലയിൽ വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വരികയാണ്. അല്ല, നിങ്ങൾ ആദ്യം കരുതിയതുപോലെ ഒരു പ്രഖ്യാപനം കൊണ്ട് അണകെട്ടി നിർത്താൻ കഴിയും കള്ളപ്പണത്തെ എന്നത് പാളി പണം വന്നു കൂടി. ഇനി അത് വേർതിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്. ഒരു നിമിഷം, അതും കൂടി കഴിയാതെ വന്നപ്പോഴാണ് നിങ്ങൾ പുതിയ ഒരു വാഗ്ധോരണിയുമായി ഇറങ്ങിയിരിക്കുന്നത്. ആദ്യത്തേത് പൊളിഞ്ഞതുകൊണ്ടാണ് ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക്. അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. ഈ ക്യാഷ്ലെസ് അല്ല. അതായത് ഈ കണക്കുകളൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് GDP-യുടെ ഏതാണ്ട് 12% ക്യാഷ് കറൻസി. മറ്റ് എല്ലാ വികസിത അഡ്വാൻസ്ഡ് എക്കോണമീസിലും അത് അതിനേക്കാൾ വളരെ കുറവാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു 99-2000 വരെയുള്ള പീരീഡിൽ സർ അത് GDP-യുടെ ഈ 17% കറൻസി ആയിരിക്കുന്നതിൻ്റെ കാരണം 85% നമ്മുടെ വിനിമയോപാധി എന്ന് പറയുന്നത് കറൻസി ആയിരിക്കുന്നത് കൊണ്ടാണ്. ആ സംവിധാനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം അസാധു വാക്കുകൾ വഴി ഈ സമ്പദ് വ്യവസ്ഥയുടെ സഹജമായ സ്വഭാവം മാറിയിട്ടില്ല. അല്ലല്ല, അത് മാറുമല്ലോ. കാരണം റെക്കോർഡഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതി വരുമ്പോൾ ആ സ്ഥിതി മാറും. ഇപ്പോൾ കറൻസിയിലൂടെയുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് അല്ലാത്ത ട്രാൻസാക്ഷൻ ചുവടുമാറ്റം 86%. കള്ളപ്പണം വെളുപ്പിച്ചു നിങ്ങളുടെ സംവിധാനത്തിലൂടെ തന്നെ, ആൾമാറാട്ടത്തിലൂടെ, ജൻധൻ അക്കൗണ്ടുകളിലൂടെ, മറ്റ് രൂപങ്ങളിലൂടെ. ഇപ്പോൾ എന്താണ് പറയുന്നത്, ഒരു മഹേഷ് സിംഗ്, നിങ്ങളുടെ തന്നെ ഒരു നേതാവ് ഇപ്പോൾ 2020 ലക്ഷം നോട്ടുമായിട്ട്, അതെ BJP നേതാവ് 2 ലക്ഷം കോടി ഒരാള് ബോംബെയിൽ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. അതിലൊരു ഗുജറാത്ത് രാഷ്ട്രീയക്കാരന്റെ പേര് വരെ പറഞ്ഞു എന്നുമുണ്ട്. ഗുജറാത്ത് രാഷ്ട്രീയക്കാരന്റെ പേര് പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ? അത് അന്വേഷിക്കാലോ. അപ്പോൾ ഈ 2 ലക്ഷം കോടി ഒരാൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, ഈ 2 ലക്ഷം കോടി ഒരാൾ തന്നെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത്ര വലിയ എമൗണ്ടായി. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ വാസ്തവമാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടുമല്ലോ. പരിശോധിക്കാതെ ഇതെല്ലാം മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. ശരി, എങ്ങനെ കേട്ടില്ല. വാസ്തവമല്ലാന്നാണ് ഫൈനാൻസ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. അതെ, അതായത് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയില്ലെന്നാണ് പറയുന്നത്. ശ്രീ KC വേണുഗോപാൽ, ഇവിടെ പ്രശ്നം നാം ഈ വന്ന പണത്തെ രണ്ടായി കാണേണ്ടത് തന്നെയാണ്. ഇന്നിപ്പോൾ ഈ ശക്തികാന്ത് ദാസ്
ഇപ്പോൾ നരേന്ദ്രമോദി എടുത്ത നടപടിയുടെ ദൈനംദിന പുരോഗതി മുഴുവൻ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശക്തികാന്ത് ദാസ്. അപ്പോൾ പിന്നെ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാമല്ലോ. അദ്ദേഹം തന്നെ പറയുകയാണ് 2 തരത്തിൽ പണം വരുന്നുണ്ട്. SB സേവിങ്സ് ബാങ്ക്, അതർ കറൻറ്റ് അക്കൗണ്ട്, അതുവഴി ഡിപ്പോസിറ്റുകൾ വരികയാണെന്ന് വെച്ചാൽ നികുതി കൃത്യമായി അടച്ച, സ്രോതസ് കൃത്യമായി കാട്ടിയ ആളുകൾ മുഴുവൻ ഈ കറൻസി അസാധുവാക്കലിൻ്റെ ഭാഗമായി പണം മുഴുവൻ അവിടെ കൊണ്ട് തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ അല്ലാത്ത പണവും വന്നുകൂടി എന്നത് നികുതിദായകൻ്റെ ധർമ്മസങ്കടമാകരുത്. നരേന്ദ്രമോദിക്ക് ആ ധർമ്മസങ്കടമാകാം, നികുതിദായകൻ ആ ധർമ്മസങ്കടമാകരുത്. അവൻ പണം കൊണ്ടിട്ടിരിക്കുന്നുവെങ്കിൽ അവൻ്റെ ആവശ്യത്തിനുള്ള പണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വായ്പ തുടങ്ങിയിട്ടുള്ള മറ്റ് അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. കാരണം ശരി, നിങ്ങൾ നികുതിദായകനാണ്, നിങ്ങൾ പണം കൊണ്ടുവന്നിട്ടു, ഞങ്ങളുടെ കയ്യിൽ ധാരാളം പണത്തിൻ്റെ ഒരു കൂമ്പാരവും ഇവിടെയുണ്ട്, പക്ഷേ അതിൽ കുറേ ആളുകളുടേത് കള്ളപ്പണമാണ് ആകാം, അത് ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മൊത്തത്തിൽ വെയിറ്റ് ചെയ്യൂ. ശ്രീ PK വിജയകുമാർ വളരെ അഭിമാന പുരസ്സരം പറഞ്ഞ കാത്തിരിക്കൂ എന്ന് പറയുന്നതാണോ ഈ ഘട്ടത്തിലെ ചികിത്സാവിധി? അങ്ങനെയെങ്കിൽ എത്ര കോടി ജനതയെയാണ് പറ്റിച്ചിരിക്കുന്നത്? സുതാര്യമായി ഈ ബാങ്കിംഗ് സംവിധാനത്തെ വിശ്വസിച്ച് നികുതി കൊടുത്ത പണം കൊണ്ട് അവിടെ ഇട്ടിട്ട്. എനിക്ക് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം, ശ്രീ വിജയകുമാറിനോട് എല്ലാ ബഹുമാനം നടത്തിയുള്ള വളരെ ലാഘവത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. ഇന്ന് HDFC ചെയർമാൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഞാൻ കേട്ടു. എന്താ അദ്ദേഹം HDFC ചെയർമാൻ, ഇന്ത്യയുടെ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിൻ്റെ ചെയർമാനാണ് പറഞ്ഞത്, ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഹാസ് ബീൻ ഡീറെയിൽഡ്. അതായത് സമ്പദ് വ്യവസ്ഥ പിന്നെ പാളം തെറ്റിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള നിരീക്ഷണം. മുരളി, ബഹുമാനായിട്ടുള്ള എൻ്റെ സ്നേഹിതൻ മുരളി ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തമായ ചോദ്യമുണ്ടല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ, 2 രീതിയിലുള്ള പണം വരുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആരാണ് കഴിഞ്ഞ 1 മാസക്കാലം? ഏതെങ്കിലും കള്ളപ്പണക്കാരന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇപ്പം 14 ലക്ഷം കോടി വന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കറൻസിയും സർക്കുലേറ്റ് ചെയ്ത എല്ലാ കറൻസിയും തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത്തരക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടായത് ഏറ്റവും സാധാരണക്കാർക്കാണ്. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 5 കോടിയോളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് ഈ രാജ്യത്തിന്. ഈ രാജ്യത്തെ പിന്നോട്ട് നയിച്ച ഈ 1 മാസക്കാലം എടുത്തു നോക്കിയാൽ നമുക്കൊരു ഡിബേറ്റ് ചെയ്യാം. ഞങ്ങൾ ആരും ആദ്യം ഡിമോണിറ്റൈസേഷനെ ഇന്നും ഞങ്ങൾ എതിർത്തിട്ടില്ല. അത് നടപ്പിലാക്കിയ രീതി, അത് നടക്കാത്ത ഹോംവർക്കുകൾ, അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ, ഇതാണ് ഞങ്ങൾ